എനിക്ക് 12 ലക്ഷത്തോളം രൂപ കടം ഉണ്ടായിരുന്നു. അതിൽ മുക്കാ ഭാഗവും ഞാനിപ്പോൾ വീട്ടിയിട്ടുണ്ട്. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ കടം വീട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച അതേ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒന്നാമത്തെ കാര്യം, കടം വീട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ കടം എടുക്കരുത്. 2 ലക്ഷം കടം ഉണ്ടായിരുന്ന എനിക്ക് 12 ലക്ഷം കടവാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, കടങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ലോൺ മെർജിങ് ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ ലോണുകൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ EMI കുറയ്ക്കാൻ പറ്റും. അത് പറ്റുമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ കടത്തിൽ നിന്ന് വലിയ കടത്തിലേക്ക് പയ്യെ പൈസ വിട്ടുക. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം കൂട്ടുക എന്നത് തന്നെയാണ്. പറ്റുന്നത്ര എൻ്റെ വരുമാനം കൂട്ടാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വരുമാനം കൂട്ടിയിട്ട് ചെറിയ കടങ്ങൾ പെട്ടെന്ന് തീർത്ത് വലിയ കടത്തിലേക്ക് EMI കൂട്ടിയടച്ച് അങ്ങനെയാണ് ഞാൻ തീർത്തത്. നാലാമത്തെ കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാതെ നോക്കണം. എന്നാലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് നിർബന്ധമായിട്ടും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കണം. ഞാൻ ഈ കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്തും എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഒരു ഒറ്റ ആശുപത്രി ചെലവ് വന്നാൽ തന്നെ 8-10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ പേരൻസിനൊക്കെയാണ് ആശുപത്രി ചെലവ് വരുന്നതെങ്കിൽ പിന്നെ പറയും വേണ്ട, പിന്നെയും നമ്മൾ കടക്കാരനാകും. ഒരുവിധം കര കയറി വരുമ്പോൾ വീണ്ടും കടക്കാരനാവുന്നത് മണ്ടത്തരല്ലേ? അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തു വയ്ക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വിവിധ കമ്പനികളെ കമ്പയർ ചെയ്തെടുക്കാം. അവിടെ വിലക്കുറവുണ്ട്. 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഉള്ള കടം വീട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ കാര്യം മറക്കാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം, ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. കടം തീരുന്നതിനനുസരിച്ച് ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇത് നമുക്കറിയാത്ത സ്ഥലത്തൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു RD ആയിട്ട് റെക്കറന്റ് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ തുടങ്ങാം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മാസം 50,000 രൂപ ഉണ്ടായിരുന്ന എൻ്റെ EMI കഷ്ടപ്പെട്ട് കുറച്ച് വന്നത്. ഇപ്പോഴും എനിക്ക് കുറച്ച് കടം വീട്ടാറുണ്ട്, ശരിയാണ്. പക്ഷേ ഞാനത് ഉടനെ വിട്ടും. ഇതിനെന്നെ സഹായിച്ചത് കൃത്യമായിട്ടുള്ള ഒരു മികച്ച സാമ്പത്തിക പ്ലാനിംഗ് ആണ്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, എന്ത് പണം ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിലും കടം വീട്ടാൻ നോക്കുകയാണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും ആദ്യം എടുത്തു വയ്ക്കണം. കൂടുതൽ കാര്യങ്ങൾ നോക്കാനുള്ള ലിങ്ക് എൻ്റെ ബയോയിൽ കിടപ്പുണ്ട്. നിങ്ങൾ കയറി നോക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള കമ്പനിയുടെ കമ്പയർ ചെയ്ത് എടുത്തു വയ്ക്കുക. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.